പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി സംഘടിപ്പിച്ച ഫയൽ അദാലത്ത് 2026-ൽ 4970 ഫയലുകൾ തീർപ്പാക്കിയെന്ന് മന്ത്രി കെ തുളസി അറിയിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് തീർപ്പാക്കാതെ കെട്ടിക്കിടന്ന 49,000-ലധികം ഫയലുകൾ ഉൾപ്പെടെ ആകെ 52,759 ഫയലുകളാണ് തീർപ്പാക്കാതെ കിടന്നിരുന്നത്. തിരുവനന്തപുരത്ത് 2 ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ പരിഗണിച്ച 666 ഫയലുകളിൽ 249 എണ്ണം, അതായത് 37% ഫയലുകളും തീർപ്പാക്കി. പുതിയ സർക്കാർ അധികാരമേറ്റ പശ്ചാത്തലത്തിലാണ് 2026 ജൂലൈ 1 മുതൽ അദാലത്ത് ആരംഭിച്ചത്. ഇതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായത്. 2019 വരെയുള്ള ഫയലുകൾ കൂടാതെ പുതിയ സർക്കാർ അധികാരമേറ്റ മെയ് 18 മുതൽ ജൂൺ 30 വരെയുള്ള ഫയലുകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി തിരിച്ചായിരുന്നു അദാലത്ത് നടപടികൾ. വകുപ്പ് ഡയറക്ടർ, വകുപ്പ് ഡയറക്ടർമാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ 2 ദിവസത്തെ അദാലത്തിൽ പങ്കെടുത്തു. നമ്മുടെ മുന്നിലുള്ള ഫയലുകളുടെ എണ്ണം തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഓരോ ഫയലുകളും ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്ത് അതിൽ കൃത്യമായിട്ട് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓരോ ഫയലിൻ്റെയും കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തത്. ഇപ്പം നമ്മളൊരു മൊത്തത്തിലുള്ളൊരു 2ആയിട്ട് തരംതിരിച്ചിട്ടാണ് നമ്മൾ അദാലത്ത് നടത്തിയത്. ഒന്ന് 2019 വരെ പെൻഡിങ്ങിൽ കിടക്കുന്ന ഫയലുകൾ, പിന്നെ മെയ് 18 ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം വന്നിട്ടുള്ള ഫയലുകൾ. ഇത് രണ്ടും 2ആയി തിരിച്ചുകൊണ്ടാണ് അദാലത്ത് ചെയ്തത്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു സാവകാശം എടുക്കാൻ പറ്റുന്ന കേസുകളുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫയൽ അദാലത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്.